എൻ്റെ അച്ഛമ്മ നുള്ളി എവിടെ ഭാവി നുള്ളി ഇവിടെ അതിൻ്റെ കൂടെയും ദേഷ്യമാണ്. ഞാനും ശ്രദ്ധിക്കാഞ്ഞോണ്ടാന്ന് പറയും. ഞാൻ രാവിലെ എന്ന് വിടുന്ന കണക്കാണ് അങ്കമാടി വിട്ടത്. പക്ഷെ ഇങ്ങനെ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു സാറേ. അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് എൻ്റെ മോന് വേദനിച്ചില്ലേ അതുപോലെ നിന്റെ മോനും വേദനിക്കട്ടെ എന്നാണ് അവരെന്നോട് പറഞ്ഞത്. കൊല്ലത്തുള്ള ഒരു അംഗനവാടി കുഞ്ഞിന് നേരെ ഉണ്ടായ ആക്രമണം പലരും അറിഞ്ഞു കാണും സംഭവം. ഇപ്പൊ വന്ന് ഇങ്ങനത്തെ വാർത്തകളൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത് കൊല്ലത്ത് നിന്നായി അല്ലേ. ഞാനൊരിക്കലും കൊല്ലക്കാരെ കുറ്റം പറഞ്ഞല്ലേ കേട്ടോ. ഓരോ നാടിനും അതിൻ്റെതായ പൈതൃകങ്ങളുണ്ട്. പക്ഷെ കൊല്ലത്ത് നിന്ന് മാത്രം ഇത്തരം വാർത്തകൾ കൂടുതലായിട്ട് വരുന്ന കാണുമ്പോൾ എന്തോ പോലെ. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് എന്തായാലും വിഷയത്തിലേക്ക് വരാം. ഒരു ഉച്ച സമയത്ത് ഈ അംഗനവാടിയിലെ രണ്ട് കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കായിരുന്നു. അപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അന്നേരം ഒരു കുഞ്ഞിന്റെ കയ്യിലുള്ള സ്പൂൺ എന്താക്കി മറ്റേ കുഞ്ഞിന്റെ ചുണ്ടിൽ തട്ടി. സ്വാഭാവികമായിട്ട് കുഞ്ഞുങ്ങളാണ്. പിന്നീട് അവിടെ എന്ത് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. ഉറപ്പായും ആ കുഞ്ഞ് നിലവിളിക്കും. ഈ നിലവിളി എന്താക്കി ആ അംഗനവാടിയുടെ പുറത്തേക്ക് കിട്ടും. ഈ അംഗനവാടിനെ തൊട്ടടുത്താണ് ഈ നിലവിളിച്ച കുഞ്ഞിന്റെ വീട് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഈ കുഞ്ഞിന്റെ അമ്മൂമ്മ അത് കേട്ട് നേരെ എന്താക്കിയെന്നറിയാം അംഗനവാടിയിലേക്ക് ഓടിച്ചെന്ന്. എന്നിട്ട് നേരെ പോയി ഈ സ്പൂൺ തട്ടിയ കൊച്ചിനെ നേരെ നല്ലോണം നുള്ളി പറിച്ചു എന്നുള്ളതാണ്. ഞാനിത് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നുണ്ട് ഇതിപ്പോ സംഭവമാക്കാൻ മാത്രം എന്താ ഉള്ളത്, ഇങ്ങനെ നുള്ളിയതും പിച്ചതൊക്കെ അടഞ്ഞ് കണ്ടന്റ് ആക്കണമെന്നുള്ളത്. ഒരിക്കലല്ല. ചെറിയ രീതിയിലുള്ള നുള്ളലും പിച്ചിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പോട്ടെന്ന് വെക്കാം. ഇതൊരിക്കലും ആ രീതിയിലുള്ള നുള്ളലല്ല. ഈ പാവം കുഞ്ഞിന്റെ കക്ഷത്തിന് താഴെയാണ് ഈ തള്ളു നുള്ളിയത്. ഒരു പെർമനന്റ് മാർക്ക് അവശേഷിക്കുന്ന രീതിയിൽ അങ്ങ് നുള്ളി പറിച്ചു എന്ന് തന്നെ വേണം പറയാൻ. ആ കുഞ്ഞ് നാളെ വളരുമ്പോൾ ഒരുപക്ഷെ ആ നുള്ളി പറിച്ച മാർക്ക് അവിടെ തന്നെ ഉണ്ടാകും. ശരിക്കും ഒരാളെ തല്ലുന്ന പോലെ തന്നെയാണ് ഒരു തരം ദേഹോപദ്രവം. എന്നിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് ദേഹോപദ്രവം ഏൽക്കേണ്ടി വന്ന കുഞ്ഞ് ചങ്ങാതി കൂട്ടം എന്ന് പറഞ്ഞ ചാനലിൽ ഒന്ന് സംസാരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടോക്കാം. എന്താ ഭാവി പറ്റി? എൻ്റെ അച്ഛമ്മ നുള്ളി എവിടെ ഭാവി നുള്ളി ഇവിടെ കണ്ടില്ലേ? കുഞ്ഞിനോട് ഒരു സ്ത്രീ 19 വയസ്സ് പ്രായമായ ഒരു സ്ത്രീ ചെയ്തതാണ്. എന്തിനാ ഭാവി അങ്ങനെ ചെയ്തവര്? ഇവിടെ എൻ്റെ ഇവിടെ ഒന്ന് സ്പൂൺ ഇവിടെ തട്ടി അന്നേരം എന്തൊരു നിഷ്കളങ്കത അല്ലേ. അപ്പൊ സംഭവം മനസ്സിലായല്ലോ. ഈ ചുണ്ടിന് മുറിവേറ്റ കുട്ടിയുടെ പേര് എന്ന് പറയുന്നത് ധ്യാൻ എന്നുള്ളതാണ്. അപ്പൊ പറഞ്ഞ എന്താണ്, ധ്യാൻ സ്പൂൺ ഇവിടെ തട്ടി അന്നേരം ധ്യാന്റെ അച്ഛമ്മ നുള്ളി എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ്. ചട്ടിയും കലാകുമ്പോൾ തട്ടി മുട്ടിയിരിക്കുന്നൊക്കെ പറഞ്ഞ പോലെ കുട്ടികളാകുമ്പോൾ പരസ്പരം കളിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ആയെന്ന് വരും. അതുകൊണ്ടാണ് അവരെ കുട്ടികളെന്ന് വിളിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരായിട്ട് തന്നെ അതിനെ സോൾവ് ചെയ്യാൻ വിടാന്നുള്ളതാണ്. വലിയവരായിട്ടുള്ള ആളുകൾ അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇടപെടാതിരിക്കുന്നതിനാണ് എന്തുകൊണ്ട് നല്ലത്. അവര് തമ്മിൽ അങ്ങ് പറഞ്ഞു തീർത്ത് ഫ്രണ്ട്സായി നടന്നോളൂ. ഇതൊരു മാതിരി സ്പൂണ് ചുണ്ടിൽ തട്ടീനും കാല് ചവിട്ടീനൊക്കെ ഇങ്ങനെ പ്രതികാരം വീട്ടാൻ നടന്നാണെങ്കിൽ അതിനെ സമയം കാണത്തുള്ളൂ. എന്തായാലും ഇതൊക്കെ വളരെ കടന്ന കൈയായി പോയി. ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇത് രണ്ട് കുഞ്ഞുങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ നന്നായി ബാധിക്കും. എന്നിരുന്നാലും ഇവിടെ ദേഹോപദ്രവം ഏൽക്കേണ്ടി വന്ന കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ഗൾഫിലാണ്. ആ കുഞ്ഞിനെ നോക്കുന്നത് അച്ഛമ്മയാണ്. ഇനി അച്ഛമ്മക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനും കൂടി നമുക്കൊന്ന് കണ്ടുനോക്കാം. ഒരു കുഞ്ഞുങ്ങൾക്കും ഇതുപോലെ ഇനി ഒരു ദുരവസ്ഥ ഉണ്ടാവരുത്. അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് എൻ്റെ മോന് വേദനിച്ചില്ലേ അതുപോലെ നിന്റെ മോനും വേദനിക്കട്ടെ എന്നാണ് അവരെന്നോട് പറഞ്ഞത്. പൊടി കുഞ്ഞല്ലി 4 വയസ്സുള്ള കുഞ്ഞിനെ അങ്ങനെ ചെയ്തത് ഒട്ടും സഹിക്കാൻ വയ്യാത്ത കാര്യമാണ് സാറേ. അത് ശരി, ഇതെന്താ കഥ? എന്റെ കുഞ്ഞ് വേദനിച്ച് അതുകൊണ്ട് നിന്റെയും കുഞ്ഞ് വേദനിക്കട്ടെ അല്ലെ? ഇതെന്താ ഗുണ്ടായിസോ? അല്ല അറിയാത്തോണ്ട് ചോദിക്കാം. ശരിക്കും ഈ തള്ളയുടെ അടുത്ത് നിന്ന് ആ കുഞ്ഞിനെ മാറ്റി നിർത്തണം എന്നുള്ളതാണ്. കാരണം തള്ളയുടെ തന്നെ സ്വഭാവം ആ കുഞ്ഞിനെ നല്ലോണം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളതാണ്. നാളെ കുഞ്ഞിന് വളർന്നു വരുമ്പോൾ തൊട്ടിനും പിടിച്ചതിനൊക്കെ ഇതേമാതിരി ബിഹേവ് ചെയ്യാൻ തുടങ്ങും. അത് ഭയങ്കര പ്രശ്നമായിരിക്കും. വളരെ മോശം പാരന്റിങ് ആയിരിക്കും ഇത്തരം ആളുകളിൽ നിന്നും കുഞ്ഞുങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇത്തരം ആളുകളൊക്കെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. എന്തായാലും ബാക്കി കൊണ്ടുവെക്കാം. അതുകൊണ്ട് ഭയങ്കര സങ്കടമുണ്ട്. എൻ്റെ കുഞ്ഞിനെ എങ്ങനെ ചെയ്ത് അവൻ്റെ അമ്മയില്ല, അച്ഛനും ഇവിടെ ഇല്ല, ആരുമില്ല. അവർ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് പോയേക്കുന്നത്. അടുത്ത മാസം വരും അവരെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട്. അച്ഛന്റെ ഒരു വോയിസ് മെസ്സേജ് ഞാൻ കേട്ടു. ഭയങ്കര വിഷമത്തോടെയാണ് ആള് പറയുന്നത്. അവന് ഭയങ്കര സങ്കടം. ഇന്നലെ മുതലേ അവന് ഭയങ്കര സങ്കടം. അവൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്ത് വല്ല വടിയോ വല്ലതും എടുത്ത് അടിച്ചെങ്കിൽ ചെയ്തേനെ എനിക്ക് എൻ്റെ കുഞ്ഞില്ലാതെ പോകത്തില്ലായിരുന്നു എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അതിൻ്റെ കൂടെയും ദേഷ്യമാണ്. ഞാനും ശ്രദ്ധിക്കാഞ്ഞോണ്ടാന്ന് പറയുന്നത്. ഞാൻ രാവിലെ എന്ന് വിടുന്ന കണക്കാണ് അങ്കമാടി വിട്ടത്. പക്ഷെ ഇങ്ങനെ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു സാറേ. അങ്ങനെ പറ്റിയത് ഇല്ല, വിടണ്ടെന്ന് അവൻ വിളിച്ചു പറഞ്ഞു. ഇനി അവിടെ വിട്ടേക്കരുതെന്ന് പറഞ്ഞു. അവർ വരുന്നിടം വരെ ഞങ്ങൾ നോക്കിയാൽ മതി, അതുകൊണ്ട് അങ്ങോട്ട് വിടണ്ടെന്ന് പറഞ്ഞു. എൻ്റെ കൊച്ചുങ്ങളെ ഇനി എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടിയാണ്. ഇങ്ങനെയുള്ള ആൾക്കാരില്ലേ അവിടെ കയറുന്നത്, അതുകൊണ്ട് അവിടെ വിടണ്ടെന്ന് പറഞ്ഞു. വിടുന്നില്ല ഇനി, അതുകൊണ്ട് ഇനി അവരവിടെ കൊണ്ട് സ്കൂളിലാക്കാൻ വേണ്ടിയാണ്. അതെന്തായാലും നന്നായി, നല്ലൊരു തീരുമാനമാണ്.
ഇങ്ങനെ പുറത്ത് നിന്നും ആളുകൾക്ക് കയറി നിരക്കാൻ പറ്റുന്ന രീതിയിലാണ് അംഗനവാടി എങ്കിൽ അവിടെ കുട്ടികളെ ചേർത്താത്തല്ല നല്ലത്. ഇപ്പൊ ഞാൻ ആലോചിക്കണത് ഏതൊരു സ്ഥാപനമാണെങ്കിലും, അതിപ്പോ വലിയ സ്ഥാപനമാണെങ്കിലും ചെറിയ സ്ഥാപനമാണെങ്കിലും, അവിടെ നിന്നും ഒരിക്കലും പുറമേ നിന്ന് ആളുകൾ കയറി നിരങ്ങില്ല അല്ലേ. അതിനായി എല്ലാ സ്ഥാപനങ്ങളിലും ആളുകൾ നിയമിക്കുകയും ചെയ്യും അല്ലേ. അതിനാണ് ഇപ്പൊ അംഗനവാടിയിൽ ടീച്ചേഴ്സിനെയും ആയയും ഒക്കെ നിയമിച്ചത്. അവരുണ്ടായിരിക്കും പുറമേ നിന്നും ആർക്കും അവിടെ കയറി ചെന്ന് ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വരാൻ പാടില്ല. കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ടീച്ചർ ലീവായിരുന്നു, അവിടെ ആയ ഉണ്ടായിരുന്നു. ആയ നോക്കി നിൽക്കുകയാണ് ഈ തള്ളി പരിപാടി കാണിച്ചത്. ഈ ആയ അന്നേരം എന്താക്കായിരുന്നു, പയം മുണങ്ങി നിൽക്കായിരുന്നു അല്ല, അറിയാത്തോണ്ട് ചോദിക്കുക. ഒന്ന് തടയാനെങ്കിലും ശ്രമിക്കായിരുന്നു അല്ലേ. എന്നിരുന്നാലും ഇതിന് ഉത്തരം പറയേണ്ടത് ആയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇങ്ങനെയൊക്കെയാണ് അംഗനവാടിയിലെ അവസ്ഥയെങ്കിൽ അവിടുത്തെ കുട്ടികൾക്ക് എന്ത് സെക്യൂരിറ്റി ആണുള്ളത്? നാളെ ഇതേ കുഞ്ഞ് മറ്റൊരു കുഞ്ഞുമായി അടിപിടി കൂടുന്ന സമയത്ത് ഇതേമാതിരി ഈ തള്ള കയറി വന്ന് മറ്റുള്ള കുഞ്ഞുങ്ങളെ വേറൊന്നും ചെയ്യില്ല എന്ന് ആര് പറഞ്ഞു അല്ലേ. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ. എന്തായാലും ബാക്കി നോക്കാം. ഈ കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്ത സ്ത്രീയുടെ പേരെന്താ? ലക്ഷ്മി. അവരുടെ പേരെന്തോ മോനെ, എനിക്ക് എനിക്ക് പേര് പോലും അറിയത്തില്ല. ശ്രീനാകുമാരി. ലീനയോ? റീനാകുമാരി. ഇല്ല അയ്യോ ഇല്ല, അവര് ഇവിടെ ഉള്ളവരല്ല, അവര് അഗസ്ത്യപ്പെട്ടുകാരൻ കണ്ട. അവരിപ്പോ ഇവിടെ വന്ന് അംഗൻവാടിയുടെ സ്ഥലം വാങ്ങി താമസിക്കുന്നതാ. പിന്നെ മുമ്പേയൊക്കെ എനിക്ക് കണ്ട് അറിയാം എന്നേ ഉള്ളു, അല്ല ഞങ്ങൾ നിങ്ങളിൽ ഒരിതും ഇല്ല, പരിചയവും ഇല്ല, ഒന്നുമില്ല. എല്ലാവരും എൻ്റെ അടുത്ത് ഇന്നലെ അവിടെ വെച്ച് തന്നെ പറഞ്ഞ് കൊണ്ടുപോയി കേസ് കൊടുക്കുക, നിങ്ങൾ പോവരുത്, നിങ്ങൾ കുഞ്ഞിനോട് ചെയ്യുന്നൊരിതാ, അതുകൊണ്ട് ഞാൻ എന്നിട്ട് ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ വന്ന് ആലോചിച്ചതിന് ശേഷം എന്തോന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഇവിടെ വന്നപ്പം മോന് നിർബന്ധം കേസ് കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. കേസ് കൊടുത്ത് ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോയി മോനെ മരുന്നൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് അവർ രാവിലെ അന്വേഷിച്ചോളാം. ബെസ്റ്റ്. അന്വേഷിച്ച് തന്നെ പെട്ടെന്ന് തന്നെ അന്വേഷിച്ച് നടപടി എടുക്കും കേട്ടോ. നാളെ തന്നെ അവർ അറസ്റ്റ് ചെയ്യും, ഉറപ്പാണ്. നമ്മളെ പോലീസുകാരല്ലേ പെട്ടെന്ന് അങ്ങോട്ട് നടന്നോളൂ. ഇതൊന്നും പോലീസുകാർ മൈൻഡ് തന്നെ ചെയ്യൂല. എന്തിന് ഈ വീഡിയോക്ക് താഴെ തന്നെ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പോലീസിൽ പരാതി നൽകിയിട്ടൊന്നും ഒരു കാര്യമില്ല. എന്റെ മോനും ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കേസ് കൊടുത്തു, കേസ് കോടതിയിൽ കിടക്കുന്നു. ഇപ്പൊ സംഭവം നടന്നിട്ട് 2 കൊല്ലമായി. ചെയ്തവൻ ഒരു കുഴപ്പവും ഇല്ലാതെ നടക്കുന്നു എന്നൊക്കെ. അതാണ് അവസ്ഥ. 2 കൊല്ലം മുന്നേ കേസ് കൊടുത്തൊരവസ്ഥ ഇതാണ്. പിന്നെ ബാക്കി ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. എന്തായാലും ഈ കുഞ്ഞൊരു 5ാം ക്ലാസ് 6ാം ക്ലാസ് കഴിയുമ്പോഴേക്കും ആദ്യത്തെ കോടതി വിധി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുകൊണ്ടൊക്കെയാണ് പലരും പല വിഷയങ്ങളിലും നിയമസഹായം തേടാൻ മടിക്കുന്നത്. എന്നിരുന്നാലും ഈ 2 കുട്ടികളുടെയും ഒരു സഹപാഠിയുടെ അമ്മക്ക് പറയാനുള്ള എന്താ കൂടി നമുക്ക് കണ്ടുവെക്കാം. എന്റെ കൊച്ചുമോനാ മോൻ വന്ന് പറഞ്ഞായിരുന്നു. മോൻ വന്ന് ദാനിന്റെ ചുണ്ട് മുറിഞ്ഞ് സ്പൂൺ കൊണ്ട് ചുണ്ട് മുറിഞ്ഞപ്പോഴത്തേന് കരഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ ദാനിന്റെ അച്ചാമ്മ വന്ന് ബില്ലുവിനെ നുള്ളിപ്പിച്ചുപോകായിരുന്നു എന്ന് പറഞ്ഞു. നുള്ളിപ്പിച്ച് പിന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പറയാറിയാവുന്ന ഭാഷയിലെല്ലാം കുഞ്ഞു പറഞ്ഞു. ഞാൻ പറഞ്ഞ് പിന്നെ വലിയ ഒത്തിരി ഭയങ്കര കരച്ചിലായിരുന്നു അമ്മാമ്മയെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനും ഇല്ലായിരുന്നു ഇന്നലെ. അംഗൻവാടിയെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. ശൈല ചേച്ചി ഉണ്ടെങ്കിൽ ഇതുവരെയും ഈ എല്ലാ പിന്നെ ടീച്ചർ ഇല്ലായിരുന്നു. ടീച്ചർ ഉണ്ടെങ്കിൽ ലീവായിരുന്നു ടീച്ചർ. അവിടുത്തെ ആയ മാത്രമേ ഉള്ളായിരുന്നു. സാധാരണ ടീച്ചർ എന്ന് പറയുന്ന ടീച്ചർ ഇല്ലെങ്കിൽ ടീച്ചർ മുന്നേ ഇവർ ടീച്ചറാണ് നോക്കേണ്ടത്. അശ്രദ്ധ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവർ കയറി വന്നപ്പോൾ ഉപദ്രവിച്ചപ്പോൾ ഗീതച്ചേച്ചിക്ക് പറയാമായിരുന്നു അങ്ങനെ ചെയ്യരുതെന്ന്. ഒന്ന് പിടിച്ചു മാറ്റിയോ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഗീതച്ചേച്ചിക്ക് വിലക്കണമായിരുന്നു. അത് തെറ്റ് തന്നെ. ഗീത ഒന്നും ചെയ്തില്ല. യെസ്, അതാണ് ഈ ആയതിന് റെസ്പോൺസിബിൾ ആണ്. നാളെ ഇനി അംഗനവാടി പഠിക്കുന്ന മറ്റുള്ള കുട്ടികളുടെ പാരന്റ്സ് ഒന്ന് പേടിക്കും അല്ലെ. ഇതിപ്പോ ഇങ്ങനെയാണ് അവസ്ഥയെങ്കിൽ എന്താണ് കഥ എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കി. സാധാരണ ആൾക്കാർ അംഗനവാടി കുട്ടികളെ കൊണ്ടുപോയി വെക്കണം എന്തിനാ? കുട്ടികളെ മറ്റൊരാളെ ശ്രദ്ധിക്കാനും ഏൽപ്പിക്കാനും അവർ മറ്റുള്ള കുട്ടികളുമായി ഇടപഴകാനൊക്കെ വേണ്ടിയാണ് അല്ലേ. അതാകുമ്പോൾ പാരന്റ്സ് കുറച്ചുകൂടെ ഒന്ന് ഫ്രീ ആവും. ഇതിപ്പോ അംഗനവാടിയിൽ കൊണ്ടുപോയി വെക്കുന്ന കുട്ടിയാണ് കൂടുതൽ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട അവസ്ഥ. എന്തായാലും കൊള്ളാം, ബാക്കി കൂടെ കണ്ടുവെക്കാം. പിന്നെ മോൻ പേടിക്കും. പിള്ളേർ പിന്നെ അത്രയും ഒരു തള്ള വന്ന് പിന്നെ ആ ടീച്ചർ കൊച്ചുങ്ങളെ അടിക്കത്തില്ല, ശൈല ടീച്ചർ കൊച്ചുങ്ങളെ ഉപദ്രവിക്കത്തില്ല. അപ്പോൾ അത്രത്തോളം ശ്രദ്ധയോടെയാണ് ടീച്ചർ കുഞ്ഞുങ്ങളെ നോക്കുന്നത്, പരിപാലിക്കുന്നത്. കാരണം അത്രയും വിശ്വാസത്തിലാണ് എവിടെ നിന്നെല്ലാം കുഞ്ഞുങ്ങളെ എവിടെ കൊണ്ടാക്കുന്നത്. ഈ ഏരിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ പിള്ളേരുള്ള അംഗൻവാടി ഇതാ. എല്ലാ സ്ഥാപനത്തിലും വെച്ച് അംഗൻവാടി ഇതാണ്. അപ്പോൾ അത്രത്തോളം നല്ല സ്ഥാപനവുമാണ്. നമ്മൾ അത് പറയാൻ പറ്റത്തില്ല. അവർക്കും ഒരു കൊച്ചുമോനുണ്ട്, ആ പ്രായത്തിലുള്ള കുഞ്ഞാണിത്. അപ്പോൾ അത് നോക്കണം. അല്ലെങ്കിൽ കുഞ്ഞിനെ മോനെ ചെയ്ത് ശരിയല്ല എന്ന് പറഞ്ഞെങ്കിൽ വിലക്കിയാൽ ഈ കുഞ്ഞിന് ഇത്രയും ഉപദ്രവിക്കേണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു കുറ്റബോധവും ഇല്ല. കാരണം അത് ചെയ്ത് തെറ്റാണെന്ന് അവർക്ക് തോന്നുന്നതേ ഇല്ല. അത് എന്തുകൊണ്ട് അതെന്തോ മനോഭാവമാണ്. കേട്ടാൽ നമുക്ക് പോലും സഹിക്കില്ല, കണ്ട നമുക്ക് സഹിക്കുന്നില്ല. പക്ഷെ അവർക്കൊരു കുറ്റബോധമോ ഒന്നും ഇല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ മോൻ അവിടെ പോയപ്പോൾ കൊച്ചു കണ്ണിൽ പിന്നെ പെൻസിൽ വെച്ച് കുത്തി. നമ്മൾ പറഞ്ഞ എന്ത് നാളെ മോൻ അവനെ ചെയ്താൽ എന്തോ വേറെ കൊച്ചുങ്ങളെ ചെയ്യും. കൊച്ചുങ്ങളല്ലയോ അങ്ങോട്ടും ഇങ്ങോട്ടും കുരുത്തക്കെട്ട് കാണി. അത് സാരമില്ല, അത് ചേച്ചി വിഷമിക്കണം, ടീച്ചർ വിഷമിക്കേണ്ടെന്ന് നമ്മൾ പറഞ്ഞോളൂ. നമുക്ക് അത് പരാതി അതാണ് മാത്രമേ ഉള്ളൂ. കുട്ടികളാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് അടികൂടി വഴക്കുണ്ടാക്കിയെന്നൊക്കെ ഇരിക്കും. അതിനിങ്ങനെ പിന്നാലെ നടന്ന് ദ്രോഹിക്കാനും ഉപദ്രവിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് കഥ? കുട്ടികളെന്ന് പറയുന്നത് അതിനുള്ളതല്ലേ. പിന്നെ അംഗനവാടിയിലെ ടീച്ചേഴ്സിനെ കുറിച്ച് പറയാതെ വയ്യ. അവർക്ക് എന്തെങ്കിലും 100 കൂട്ടം കാര്യങ്ങൾ ചെയ്യാണ്ട് സർവേ എടുക്കാൻ പോകണം, ഗവൺമെന്റിന്റെ പദ്ധതികൾ നടപ്പാക്കാൻ പോകണം,
സെൻസസ് എടുക്കാൻ പോകണം. ഇതിനൊക്കെ ഇവർക്ക് ഓടി നടന്ന് ചെയ്യണ്ടേ? ഇതിനൊക്കെ ഇടയിലുമാണ് കുട്ടികളെ ശ്രദ്ധിക്കാൻ. അവർക്കൊരു ഒഴിവ് വേണ്ടേ? ഗവൺമെന്റ് ഇത്തരം പോസ്റ്റുകൾ വെച്ചിട്ടുള്ള തന്നെ എന്തിനാണെന്നറിയോ? ഗവൺമെന്റിന് ഇത്തരം പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും കൂടുതൽ പണികളുള്ളത് ലോവർ ക്ലാസ്സിലുള്ള ടീച്ചേഴ്സിനാണ്. ഈ ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലുള്ള ടീച്ചേഴ്സിനൊക്കെ കുറച്ചും കൂടി സുഖം, അവർക്ക് അവരുടെ കാര്യം നോക്കി പോയാൽ മതി. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നോക്കണം. ശരിക്കും ഇതൊക്കെ ഗവൺമെന്റ് ഒഴിവാക്കണം. ഇതിനായിട്ട് വേറെ ആളെ വെച്ചോട്ടെ, ഗവൺമെന്റ് ഹെൽപ്പർ എന്നുള്ള പോസ്റ്റ് അങ്ങനെ വെച്ചോട്ടെ. എത്രയോ ആൾക്കാരോട് പണിയില്ലാണ്ട് നടക്കുന്നുണ്ട്, അവർക്കൊക്കെ ഒരു ജോലിയാവും ഇത്. ഇതിനൊക്കെ ഒരുമാതിരി ടീച്ചേഴ്സിനൊക്കെ ഇതിനു വേണ്ടി ഉപയോഗിക്കാന്ന് പറയുന്നത് വളരെ മോശം ഏർപ്പാടാണ്. കൂട്ടത്തിൽ അവസരം കിട്ടിയപ്പോൾ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഇത്തരം അവസരത്തിലൊക്കെ അല്ല നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കുറെ കാലമായി മനസ്സിൽ പറയണമെന്ന് വിചാരിച്ച് നിൽക്കണം. എന്താണ് ഈ കുഞ്ഞിനെ ഏൽക്കപ്പെട്ട ദ്രോഹത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.